ഇന്ന് എൻ്റെ കണ്ണിൽ പെട്ടൊരു വീഡിയോ കേട്ടോ. എനിക്ക് ഇച്ചിരി നടക്കാൻ പാടുണ്ട്. അപ്പോൾ എനിക്കൊരു സാനിറ്ററി പാഡ് വാങ്ങിച്ചു തരാൻ പറ്റും? ഇല്ലടാ, എനിക്ക് കയറാൻ പറ്റുന്ന, എനിക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഞാനങ്ങ് പോയി വാങ്ങിച്ചു തന്നായിരുന്നു. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് തന്നാൽ മതി. ഓക്കെ, ഇവിടെ തന്നെ ഇല്ല കേട്ടോ. ഇവിടെ തന്നെയാണോ? ഫുഡ് കഴിച്ചാ നമ്പർ പറയും. അല്ല നമ്പർ ഇല്ലടാ, ഞാൻ പേ ചെയ്യാം. കുഴപ്പമില്ലാതെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? ഇല്ല കുഴപ്പമില്ലാണേ. അത് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒന്ന് പുറത്തോട്ട് വരുമോ? അല്ല, എൻ്റെ കൂടെ ഒന്ന് അങ്ങോട്ട് പോകുന്നതിനായിട്ട് ഒന്ന്. അല്ല, എന്തിനാ ഇവിടെ വന്നത്? എന്തിനാ? ഞാൻ വന്നത് എന്റെ പെങ്ങളോ കൊച്ചിനെ കൂടെ ആക്രി വന്നു. നമ്മളൊരു സോഷ്യൽ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് എടുത്ത വീഡിയോ ആണ്. പണ്ടത്തെ കാലമാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര സത്യം പറയാലോ, അവൻക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്തായാലും ഇപ്പൊ നമുക്കൊക്കെ പെങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ നമ്മളെ ഭാര്യമാര്, ഇവരൊക്കെ ഈ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പബ്ലിക് സ്ഥലത്തു നിന്നാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് എന്നുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് ഊഹിക്കാനുള്ളതുള്ളൂ. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. വല്ലാത്തൊരു അവസ്ഥയാണ്. എന്തായാലും ഇവൻ്റെ വീട്ടിൽ പെങ്ങന്മാരുണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ ഓൾറെഡി അവൻ പറഞ്ഞു, അവൻ്റെ ഉമ്മ, ഇവരൊക്കെ അവനെ ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനിക്കട്ടോ. ഈ മകനെ ആലോചിച്ചിട്ട്, താങ്കളിനെ ആലോചിച്ചിട്ട്. കാരണം ഇങ്ങനെ ഒരാൾക്ക് സഹായം, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു പെൺകുട്ടികൾക്ക് സഹായം കിട്ടുക എന്ന് പറയുമ്പോൾ അത് അത്രയും വലിയ കാര്യമാണ്. എന്തായാലും ഈ മകൻ ഇങ്ങനെ വളർത്തിയില്ല, ആ മാതാപിതാക്കൾക്കും ആ വീട്ടുകാർക്കും നല്ലൊരു പങ്കുണ്ട് കേട്ടോ. ആ മകൻക്കും അതുപോലെ തന്നെ അവൻ്റെ വീട്ടുകാർക്കും എന്ന് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ.